ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് നന്നായിട്ട് കരഞ്ഞിറങ്ങുന്നവരുണ്ട്. ഞാനും അറിയാണ്ട് കരഞ്ഞുപോയി. ഫസ്റ്റ് പാട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളുടെ ഫാമിലി പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. ശരിക്കും രണ്ട് ക്രൂവൽ പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ആക്ടിങ് നന്നായിരുന്നു. തുടരും എന്ന് പറഞ്ഞാൽ ആ ഒരു ബോൾഡ് ഫോണ്ട്, ഒരു എലിഫൻറ്റിൻ്റെ ഒരു ആനയുടെ രൂപത്തോടെ നമുക്ക് സിംബിളൈസ് ചെയ്യാൻ പറ്റും. നല്ല മൂവിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല മൂവിയായിരുന്നു. ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ലാലേട്ടൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. നല്ല ഫാമിലി മൂവിയാണ്. കുറേ കാലത്തിന് ശേഷം മോഹൻലാൽ ആ പഴയ മോഹൻലാലായിട്ട് തിരിച്ചു വന്നു. അതായത് ആ ഒരു കുടുംബസ്ഥനായിട്ടുള്ളൊരു മോഹൻലാൽ. പിന്നെ ആ ഫസ്റ്റ് പാട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളുടെ ഫാമിലി പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ അതിൽ രണ്ടാ പോലീസ് ഓഫീസേഴ്സ് നല്ല അടിപൊളി അഭിനയമായിരുന്നു. ശരിക്കും രണ്ട് ക്രൂവൽ പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ആക്ടിങ് നന്നായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊരു ലാലേട്ടനെയാണ് നമ്മൾ കാത്തിരുന്നത്. നല്ലൊരു പണ്ടത്തെ ആ ഒരു ഫീല് കിട്ടി. മോഹൻലാൽ അങ്ങനത്തെ ഒരു മൂവിയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഇതൊരു മറുപടി തന്നെയാണ്. നല്ല സിനിമ ആയിരുന്നു. ഇറ്റ് വാസ് സാറ്റിസ്ഫൈങ് ടു വാച്ച്. ഇത് ഹുക്ഡ് ആയിരുന്നു. ആറ്റ്മോസ്ഫിയറും കൊള്ളായിരുന്നു. ഡയറക്ഷന് നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ പെർഫോമൻസ് നല്ല രസമായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അത്രേ ഉള്ളൂ. തിയേറ്റർ വാച്ചാണ്. മറ്റേ ആംബിയൻസ് ആറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട് തിയേറ്ററിലാണ്. ലാലേട്ടൻ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ശരിക്കും പഴയ ലാലേട്ടൻ വന്നിട്ടുണ്ട് ശരിക്കും സിനിമയ്ക്ക്. ഉഗ്രൻ ലാലേട്ടൻ സൂപ്പർബ്, നന്നായിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞെട്ടിച്ച് നന്നായിട്ടുണ്ട്. നല്ലായിരുന്നു. നല്ല സിനിമയാണ്. കൊള്ളാം. ലാലേട്ട് സൂപ്പറായിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം നല്ല ഒരു ഫിലിം കാണുന്നത് നന്നായിട്ടുണ്ട്. നേരത്തെ പോലെ ആയിട്ടുണ്ട്. കൊള്ളായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചു. നന്നായിരുന്നു. സൂപ്പർ. വളരെ നല്ലൊരു സിനിമ, അത്രേ ഉള്ളൂ. പ്രകാശ് വർമ്മയും നന്നായിട്ടുണ്ട്. ലാലേട്ടനും പ്രകാശ് വർമ്മ രണ്ടുപേരും വളരെ നന്നായിട്ടുണ്ട്. ശോഭനയും നന്നായിട്ടുണ്ട്. നല്ലായിരുന്നു. സൂപ്പറാണ് എപ്പോഴത്തെയും പോലെ. പക്ഷേ ഇതിൽ കുറച്ചും കൂടി കുറേ നാളത്തേക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് കണ്ടു. നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു. പിന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കണ്ടൻ്റായിരുന്നു. ഒട്ടും നമ്മൾ കുറച്ച് ടൈം വേണം പ്രോസസ്സ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത്. കാരണം അതിൽ തന്നെ ആയിരിക്കും, നമുക്കിപ്പോഴും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് നന്നായിട്ട് കരഞ്ഞിറങ്ങുന്നവരുണ്ട്. ഞാനും അറിയാണ്ട് കരഞ്ഞുപോയി. അത് വല്ലാത്തൊരു ഇമോഷണലി നമ്മളെ നന്നായിട്ട് ഒരു അഫക്റ്റ് ചെയ്യും. നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. മൊത്തം നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു. തുടരും എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഓൾറെഡി ഇപ്പം 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. സോ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനോട് അഭിനയിച്ച മിക്കുള്ള നല്ല ആക്ടേഴ്സ് ദേ ഓൾ പാസ്റ്റ് അവേ, മരിച്ചുപോയി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ലൈക്ക് ഈവൻ നെടുമ്പുണി വേണുവായിരുന്നാലും, പപ്പു ആയിരുന്നാലും, ഒടുവിൽ കൃഷ്ണൻ, പിന്നെ ജഗതി ഇപ്പം ആക്ട് ചെയ്യുന്നില്ല. ഒരുപാട് പേര്. ഇൻഫാക്റ്റ് ഇപ്പം ശ്രീനിവാസിൻ്റെ കൂടെ അദ്ദേഹം ആക്ട് ചെയ്തിട്ട് ഒരുപാട് നാളാവുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആക്ടിങ് ഈസ് ഓൾവേസ് അബൌട്ട് റിയാക്ടിങ് എന്ന് ഞാൻ ആദ്യമേ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നത് മോഹൻലാലിൻ്റെ ഇതാണ്. അപ്പം മോഹൻലാൽ ഈയിടയ്ക്കായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കൊടുത്ത ഒരു സിനിമയാണ് ഇത്. കാരണം വില്ലനായി പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു. സത്യം പറയാമല്ലോ, ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുന്നത്. വളരെ നീറ്റ്, വളരെ ക്യൂട്ട് ലുക്കിംഗ് ഒരു പോലീസ് ഓഫീസർ. ഇടയ്ക്ക് വെച്ച് യൂണിഫോം ഇടുന്നു, പിന്നെ ഒരു ലിനൻ ഷർട്ടാണ് അദ്ദേഹത്തിൻ്റെത്. ക്ലീൻ ഷേവൻ വിത്ത് എ മുസ്റ്റാഷ്. അയാളെ കണ്ട ഒരു വില്ലൻ എന്ന് പറയത്തില്ല. പക്ഷേ ദ വില്ലിനി ദാറ്റ് ഈ ബ്രിങ്സ് ഇൻ ടു ദി മൂവി, അതേ മോഹൻലാലിനോട് അഭിനയിക്കുമ്പോൾ നമ്മൾ മോഹൻലാൽ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുന്നില്ല. ഇത് കാരണം ഐ ഫീൽ മോഹൻലാൽ വാസ് ഏബിൾ ടു റിയാക്ട് മച്ച് ബെറ്റർ. ആ ഒരു ഫാമിലി മാനും ഒരു അഗ്രസീവ് ഇതായിരുന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും ഇയാളൊന്ന് കൊല്ലണം, ഈ ഒരു വില്ലനെ കൊല്ലണം. ഇതാണ് ഓഡിയൻസിന് ആഗ്രഹം. അതിലെങ്ങനെയെങ്കിലും എത്തിച്ചെല്ലണം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടുവരുന്നത് പ്രകാശ് വർമ്മ. ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഹിറ്റ്സ് ഹിസ് ഫസ്റ്റ് മൂവി. അതിന് ഇങ്ങനെ മോഹൻലാലിനോട് ഒരു ഗ്രേറ്റിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പം എല്ലാവരും മോഹൻലാലിനെ വെച്ച് ആക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ആക്റ്റഡ് ലൈക്ക് ദറ്റ്. ഇവിടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പ്ലേ ആണ്. ആൻഡ് അതിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഐ ഫീൽ ദ മൂവി ഈസ് ഡൂയിങ് റിയലി വെൽ. മോഹൻലാൽ വാസ് ഏബിൾ ടു റിയാക്ട് റിയലി വെൽ ടു പ്രകാശ് വർമാസ് ക്യാരക്ടർ. പിന്നെ ടെക്നിക്കലി വളരെ സൗണ്ടായിട്ട് ഈ സിനിമ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അത് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും ഡയറക്ടറിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അത് മാക്സിമം
അത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് സീൻസ് നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡ്യൂറേഷൻ കാരണം. ബട്ട് ഇറ്റ്സ് ടേൺഡ് ഔട്ട് ടു ബി റിയലി ഗുഡ് വാച്ച്. ഒബ്വിയസ്ലി ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 100 crores കഴിഞ്ഞാണെന്ന് തോന്നുന്നു. സോ എന്തോ ഞാൻ അറിയായിരുന്നു സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 50 crores കേൾക്കാറ്. സോ ഹാറ്റ്സ് ഓഫ്. ഇപ്പം മോഹൻലാൽ അതിൻ്റെ അകത്തൊക്കെ ഒരു ആ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ള ഒരു ആക്ഷൻ സീക്വൻസസിൽ ആ ഒരു ഒടിഞ്ഞ ചില്ലുള്ള കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്ത് ചാടുന്നൊരു സീക്വൻസ് ഉണ്ട്. ആരായിരുന്നാലും ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ യുവർ എ ഫാനോ അത് കാണുകയാണെങ്കിൽ ഹരം, ഗൂസ് ബംസ്, യുവർ ഹെയർ വിൽ സ്റ്റാൻഡ് അപ്പ്. സോ അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴും നല്ല ഇതാണ്. ഈവൻ ശോഭനയുടെ കോമ്പിനേഷൻ വെച്ച് നോക്കിയായിരുന്നാലും നല്ലതുണ്ട്. ആ ഒരു ഫാമിലി മാൻ അവെഞ്ചിങ് ആ ഒരു ജോൺറ മൂവി ക്ലിക്ഡ്. ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു തരുൺ മൂർത്തി, ദ ഡയറക്ടർ. വിഷനോടെ തന്നെ ഈ സിനിമ ചെയ്തു. വേറെ ഒന്നും അധികം കോംപ്രമൈസ് ഒന്നും ചെയ്തില്ല. ഇറ്റ് വാസ് വർത്ത് ദ വെയിറ്റ്. സോ യാ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ വാച്ച്. ഞാൻ പിന്നെ എല്ലാവരും നോട്ടീസ് ചെയ്താണ്. ഞാൻ പിന്നെ നോട്ടീസ് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഫോണ്ട് ഉപയോഗിച്ചേക്കുന്നത് വളരെ ബോൾഡ് ഫോണ്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ആനകളുടെ കൂട്ടം കാണിക്കുന്നുണ്ട്. അപ്പം എലിഫൻസ് ആർ സപ്പോസ് ടു ബി ഭയങ്കര ക്ലോസ്ലി നെറ്റ് ഒരു ഫാമിലി ഇതാണ്. അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ഇറസ്പെക്റ്റീവ് ഓഫ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ ഫ്രം ദ ടൈറ്റിൽ തുടരും എന്ന് പറഞ്ഞ ആ ഒരു ബോൾഡ് ഫോണ്ട് ഒരു എലിഫൻറ്റിൻ്റെ ഒരു ആനയുടെ രൂപത്തോടെ നമുക്ക് സിംബിളൈസ് ചെയ്യാൻ പറ്റും. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്യുന്നത്. ക്ലോസ്ലി നെറ്റ് ഫാമിലി, യു വിൽ പ്രൊട്ടക്ട് ദ ഫാമിലി കം വാട്ട് മേ. സോ ദാറ്റ് വാസ് ഓൾസോ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ്.